ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ എത്ര തുണി ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് മടക്കുന്നൊരു ടിപ്പ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ എന്നും പറയുന്ന പോലെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. പിന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൃത്തികേടാവുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഒത്തിരി തവണ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് ഗ്യാസ് സ്റ്റോപ്പ് ആയാലും അത് വെച്ചിരിക്കുന്ന ഭാഗമായാലും അതിൻ്റെ ബാക്ക് വശമൊക്കെ ആയാലും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. വെള്ളമൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വാസ്ലിനാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കയ്യിൽ കുറച്ച് വാസലിൻ ഒന്ന് എടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലേറ്റിലൊക്കെ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട്, കറുപ്പ് ആയിട്ട് തന്നെ കാണുന്നുണ്ടാവും. ആ ഒരു വശത്തും ഞാനിതുപോലെ വാസലിൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വാസലിനൊന്നും നമുക്ക് ആവശ്യമില്ല, വളരെ കുറച്ച് വാസലിനും അതുപോലെ തന്നെ വളരെ കുറച്ച് സമയവും മതി. എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള വാസലിനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ വെള്ളവും സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന അതുപോലെ തന്നെ നമുക്കിത് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ വാസലിനൊക്കെ എല്ലാ വശത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു പ്ലേറ്റിൻ്റെ വശത്തുണ്ടായിരുന്ന കറുപ്പ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം അഴുക്കാണ്. അതെല്ലാം ഞാൻ വിരൽ വെച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കുന്ന സമയത്ത് തന്നെ അഴുക്ക് നല്ല രീതിയിൽ എനിക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ബ്ലാക്ക് പോർഷനിലാക്കിയിട്ടുള്ള വാസലിൻ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ എല്ലാ വശത്തേക്കും കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ആക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു കുഞ്ഞു കുഞ്ഞു അരികളൊക്കെ ഉണ്ടാകുന്ന അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ എല്ലാ വശത്തും വാസലിൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണങ്ങിയൊരു തുണി വെച്ചിട്ടാണ് ഞാനിത് തുടച്ചെടുക്കുന്നത് കേട്ടോ. നല്ല പോലെ ഡ്രൈ ആയിട്ടുള്ളൊരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു പ്ലേറ്റിലുണ്ടായിരുന്ന അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോട്ടൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തവണ തുടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു എണ്ണമഴം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മളൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തന്നെ തുടച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതാ കണ്ടില്ലേ, ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, പുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇനി ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മൾ മിനറൽ വാട്ടറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള ബോട്ടിൽ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഫുള്ളൊന്നും നമുക്ക് ആവശ്യമില്ല, ഈ ഒരു ബാക്ക് പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു ബാക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നല്ലപോലെ ഷാർപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വശം ഞാൻ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ തട്ടിയാലൊന്നും മുറിവോ കാര്യങ്ങളൊന്നും ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി പപ്പടക്കോലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു പോർഷൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ അടിവശത്തും കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കിച്ചൺ സിങ്കിലൊന്ന് തൂക്കി ഇടുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം സ്പഞ്ചിലൊക്കെ ഒത്തിരി വെള്ളവും സോപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞാൽ ആ ഒരു സ്പഞ്ച് ഒരു കൊഴുപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ആ ഒരു വെള്ളം നന്നായിട്ട് പോയി ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നിറയെ ഇതിന് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡിലുള്ള ഹോളിലൂടെ ഒരു കുഞ്ഞ് നൂലൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഹോളിലൂടെ ഞാൻ കോർത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ നൂല് മുഴുവനായിട്ട് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു കോട്ടൻ്റെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിടുന്ന കെട്ട് ആ ഒരു ഹോളിലൂടെ പുറത്തോട്ട് വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കെട്ടിടാനായിട്ട്. അപ്പോൾ ഞാനിതൊരു കുഞ്ഞി കെട്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് നൂലിതാ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡ് കൂടി നമുക്ക് കെട്ടണം. അപ്പോൾ ഞാനിതാ ഈ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്.
രണ്ട് ഭാഗവും കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. എന്നിട്ട് അത് സിങ്കിലേക്ക് എത്തുന്ന രീതിയിൽ ഇതുപോലെ ടാപ്പിലൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നൈറ്റിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം സ്പഞ്ചൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. സ്പഞ്ച് മാത്രമല്ല കേട്ടോ, സ്ക്രബ്ബർ ആയാലും ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ആ ഒരു സ്പഞ്ചിലുള്ള വെള്ളമൊക്കെ താഴോട്ട് വീണ് നല്ല പോലെ സ്പഞ്ചൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഈ ഒരു ബോട്ടിലിന് അത്യാവശ്യം ഹോളിട്ടത് കൊണ്ട് തന്നെ ഒട്ടും വെള്ളം ആ ഒരു ബോട്ടിലിന് നിൽക്കില്ല. അതിലുള്ള വെള്ളം സിങ്കിലേക്ക് തന്നെ വരികയും ചെയ്യും. എവിടെയും വൃത്തികേടാവില്ല, എന്നാൽ സ്പഞ്ചൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്, എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. തുണി അലക്കി കഴിഞ്ഞാൽ മടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. എത്ര തുണി ഉണ്ടെങ്കിലും മക്കൾ ആവേശത്തോടും എളുപ്പത്തിലും തുണികൾ മടക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഇത് രണ്ടും മാത്രം മതിയിട്ട് നമുക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തുണി മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ടുള്ളത് സാരിയാണ് അല്ലേ. അപ്പോൾ ഞാൻ 2 സാരിയും ഒരു ലുങ്കിയാണ് മടക്കി കാണിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് മടക്കി കാണിക്കുന്നത് ലുങ്കിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സാരിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ലുങ്കി ഞാൻ മടക്കുന്നത് ഇതുപോലെയുള്ള ചീർപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലുള്ള ചീർപ്പോ അതല്ലെങ്കിൽ ഇതിനേക്കാൾ ലെങ്ത്തുള്ള ചീർപ്പൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ലുങ്കിയുടെ ഒരു സൈഡിൽ ചീർപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തുണി ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഒരു 2-3 റൗണ്ട് ആകുമ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് കുടഞ്ഞു കൊടുക്കണം. എന്നാലേ നമുക്ക് അടിവശം വരെ അത് നല്ല രീതിയിൽ തന്നെ മടങ്ങി കിട്ടുള്ളേ. ലുങ്കി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയിലൊന്ന് കുടഞ്ഞെടുക്കാത്തത്. കാരണം ഒരു 4-5 റൗണ്ട് ചുറ്റിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ലുങ്കി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ എനിക്ക് ലുങ്കി കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധാരണ മടക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ മടക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. എന്നിട്ട് അതിനുള്ളിൽ നിന്ന് ചീർപ്പൊന്ന് മാറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ കൈവച്ച് മടക്കുന്ന പോലെ തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മടക്കി കാണിക്കാൻ പോകുന്നത് ഷിഫോണിൻ്റെ ഒരു സാരിയാണ് കേട്ടോ. സാധാരണ ഒരു സാരിയൊക്കെ മടക്കുമ്പോൾ നമുക്ക് ഒരാളെ ഹെൽപ്പും കൂടി വേണ്ടി വരും. എന്നാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വളരെ കുറഞ്ഞ സമയത്തിൽ സിമ്പിളായിട്ട് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാരിയുടെ ഒരു എഡ്ജ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് മടക്കിയെടുക്കുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. ഇനി സാരിയുടെ ഒരറ്റം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചീർപ്പിൽ ചുറ്റിച്ചെടുത്ത പോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 റൗണ്ട് നമ്മൾ ചുറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് ടൈറ്റായിട്ട് അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ 1-2 റൗണ്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാരിയൊക്കെ ആകുമ്പോൾ നിർബന്ധമായിട്ടും ഒരു 3 റൗണ്ട് ആകുമ്പോഴെങ്കിലും നിങ്ങൾ കുടഞ്ഞെടുക്കണം. വെയിറ്റ് ഇല്ലാത്ത സാരിയാണെങ്കിൽ ഒരു 3 റൗണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. നല്ല വെയിറ്റുള്ള സാരിയാണെങ്കിൽ 2 റൗണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ. ഇപ്പോൾ സാരിയൊക്കെ ഇതുപോലെ മടക്കുന്ന സമയത്ത് കുടഞ്ഞെടുക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിത് സാരിയുടെ 3/4 ഭാഗവും ഞാൻ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. മാത്രമല്ല ഞാൻ അതിനിടയിലൊക്കെ കുടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സാരി മുഴുവനായിട്ട് ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇച്ചിരി ഭാഗം എനിക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ മറുവശത്തേക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് കുടഞ്ഞെടുക്കാം. കുടഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പോലെ തന്നെ മടങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ബെഡിലേക്ക് വെച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാണ്. എന്നിട്ട് ഒരു സൈഡ് ഇതാ മറ്റേ സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് ആ പ്ലക്കർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മടക്കുന്ന പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ എത്ര നന്നായിട്ടാണ് എനിക്ക് മടങ്ങി കിട്ടിയിട്ടുള്ളത് നോക്കിയേ. ഞാൻ മടക്കി കാണിക്കുന്ന ഈ ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറഞ്ഞ വർക്കൊക്കെ ഉണ്ട്. കുറച്ച് വെയിറ്റ് ഉള്ളൊരു സാരിയാണ്. അത് ഞാൻ ചീർപ്പ് വെച്ചിട്ടാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ ചീർപ്പ് വെച്ചിട്ട് നമ്മൾ സാരിയൊക്കെ ചെയ്യുന്ന സമയത്ത് 2 റൗണ്ട് ആയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കുടഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. പെട്ടെന്ന് മടക്കാനായിട്ട് മടക്കുന്ന ഒരു ഭാഗം മാത്രം ബെഡിലേക്കും ബാലൻസ് ഉള്ള ഭാഗം ഞാൻ താഴെ പാവിരിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് മടക്കാൻ പറ്റും. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഒത്തിരി നല്ല നല്ല ടിപ്സും അതുപോലെ തന്നെ കിടിലൻ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു സാരിയും ഏകദേശം കംപ്ലീറ്റ് ആവാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാരിയൊക്കെ മടക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ
നമ്മളെന്നും കാത്തു നിൽക്കാതെ നമ്മുടെ മക്കൾ തന്നെ വളരെ ആവേശത്തോടു കൂടി മടക്കി സെറ്റായിട്ട് വെക്കും കേട്ടോ. മാത്രമല്ല ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരാളുടെ സഹായം ഇല്ലാതെ നല്ല പെർഫെക്ഷനോട് കൂടി മടക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു സാരി ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്ഷനായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ നിന്ന് ചീർപ്പൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡ് നമുക്ക് ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരാളുടെ സഹായം ഇല്ലാതെയാണ് സാരിയൊക്കെ മടക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.